സസ്പെൻഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറെ സന്തോഷമാണുള്ളത്. കാരണം ഇയാളെ എന്നേ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും നടന്നു എന്നുള്ളത് സന്തോഷമാണ്. പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മുടെ മാനദണ്ഡങ്ങളുണ്ടല്ലോ IAS ഉദ്യോഗസ്ഥർക്കെല്ലാം. ഇതൊന്നും ആർക്കും ബാധകമല്ല എന്ന് വെച്ചാൽ പിന്നെ ഗവൺമെൻറ് മറ്റേ മാർഗ്ഗമില്ലല്ലോ. അതാണിപ്പോൾ സംഭവിച്ചത്. ഇല്ല, അങ്ങനെയല്ല കാണേണ്ടത്. കേരളത്തിൽ 2 പേര് ഒന്നിച്ച് സസ്പെൻഡ് ചെയ്ത് അപൂർവമാണെന്ന് പറയുമ്പോൾ ഒന്നിച്ച് സസ്പെൻഷൻ ഇടയായ സാഹചര്യവും അപൂർവമാണ്. ഇങ്ങനെയൊരു സംഗതി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ കേരളത്തിൽ അനുഭവമുണ്ടോ? അത് ആദ്യത്തെ സംഭവമല്ല. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പക്ഷേ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞങ്ങളതിനെ കാണുന്നത് ഇതൊരു ഉദ്യോഗസ്ഥൻ്റെത് മാത്രമായ പ്രശ്നമല്ല. നമ്മുടെ കേരളീയ സമൂഹത്തെ എങ്ങനെയാണ് വർഗീയമായി വിഭജിക്കാൻ കഴിയുക എന്ന ആ അശ്രാന്ത പരിശ്രമത്തിലാണ് സംഘപരിവാർ. ഈ സംഘപരിവാറിൻ്റെ കെണിയിൽ വീണു കൊടുക്കുന്നു ഈ മധ്യവർഗ വിഭാഗങ്ങൾ എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനെ ഞങ്ങൾ ചെറുതായിട്ടല്ല കാണുന്നത്, വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദം എങ്ങനെ തകർക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് സംഘപരിവാർ. RSS ആസൂത്രിതമായി ശ്രമിക്കുന്നത്. ആ ശ്രമത്തിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിൻ്റെ സമൂഹത്തിനുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ പ്രളയകാലത്ത് എങ്ങനെയാണ് ജനം ഇടപെട്ടത്, കോവിഡ് കാലത്ത് എങ്ങനെയാണ് ജനം ഇടപെട്ടത്. മനുഷ്യരെല്ലാം മാനവികതയുടെ അടിത്തറയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തിന് മാതൃകയായൊരു സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തെ എങ്ങനെ തകർക്കാം, എങ്ങനെ വർഗീയ കലാപത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വളരെ ആസൂത്രിതമായ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ ആ കെണിയിൽ ആരും വീഴാൻ പാടില്ല. അങ്ങനെ വീണാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ എല്ലാം ജോലിയാണ്. അത് സർക്കാർ നടപടിയെടുത്തുമെന്നല്ല നിങ്ങൾ കാണേണ്ടത്. ഗവൺമെൻറ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഫാബ്രിക് സംരക്ഷിക്കാൻ ശക്തമായി ഇടപെട്ടു എന്നാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കല്ല, അതിനെ ദുർവ്യാഖ്യാനിക്കരുത്. വളരെ കൃത്യമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയത്. ആ ഇടപെടൽ നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്കാണ്. നമ്മുടെ പുകഴ്പെറ്റ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ സംരക്ഷണത്തിനാണ്. ആ അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മുടെ പൊതുധാരയിൽ നിന്ന് വ്യതിരിക്തമായി നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ ബാധ്യത മീഡിയയും ആ പക്ഷത്താണ് നിൽക്കേണ്ടത്. ഒരുമിച്ച് ആ ബാധ്യതയുണ്ട്. ആരുടെയും ഒരാളുടെ ബാധ്യത അല്ലാതെ ഒരുമിച്ചാണ് ആ ബാധ്യത. ആ അർത്ഥത്തിലേക്ക് അതിനെ കാണണം. അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങൾ ഓർപ്പിക്കാനുള്ളത്. അതൊക്കെ സ്വാഭാവികം. അതവർ നീക്കിക്കോട്ടെ എന്ന്. നിയമം രാജ്യത്ത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഒരാളുടെ കുത്തകയൊന്നുമല്ലല്ലോ നിയമം. നിയമത്തിൻ്റെ വഴി പോട്ടെ. വിശദീകരണം ചോദിക്കാനാണല്ലോ സസ്പെൻഷൻ തന്നെ അതിനാണല്ലോ. താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനാണല്ലോ സസ്പെൻഷൻ. അതൊരു വേറെ നടപടിയല്ലല്ലോ. ഈ സംഘപരിവാറിൻ്റെ ശ്രമം വിഭജനമുണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ തലത്തിൽ സംഘപരിവാറിന് വലിയ സ്വാധീനം വന്നു എന്നാണോ വിലയിരുത്തേണ്ടത്? ഇല്ല, സ്വാധീനം വന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. അതിനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ഞാൻ പറയാം. ആ ശ്രമത്തെയാണ് മുളയിലെ പ്രതിരോധിക്കേണ്ടത്. ആ ശ്രമം കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ മണിപ്പൂർ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്തിനാണ് ഈ മുനമ്പത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഗവൺമെൻറ് കൃത്യമായി പറയും. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങളുടെ ഒപ്പമാണ് ഗവൺമെൻറ്. അവിടെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിടാൻ ഈ ഗവൺമെൻറ് ഇല്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു, വകുപ്പ് മന്ത്രി പറഞ്ഞു, വഖഫ് തന്നെ പറഞ്ഞു, അവരാവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് സംശയം എന്താ? സംശയം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ പിന്നാലെ നമ്മൾ ബഹുമാനിക്കുന്ന ചില കൂട്ടർ കൂടി ചേരുന്നു എന്നുള്ളത് ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. അവർക്ക് ഉത്തരവാദിത്വമില്ലേ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ? അത് ആർക്കാണെങ്കിലും. നമ്മുടെ മത നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ. അതിന് വിള്ളൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കമൻറ്റ്, ഒരു പ്രയോഗം രാഷ്ട്രീയ ലാക്കോടുകൂടി തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്ത് ഈ തരം കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഏതുവരെ നമ്മൾ എത്തുന്നു? തെരഞ്ഞെടുപ്പും മുനമ്പുമായിട്ട് എന്താ ബന്ധം? മുനമ്പത്തെ പ്രശ്നം ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. വകുപ്പ് മന്ത്രി പറയുന്നു. വകുപ്പ് മന്ത്രി വർഗീയത പറഞ്ഞെന്നാണ്. വകുപ്പ് മന്ത്രി ആരെയും വർഗീയമായി പറഞ്ഞില്ല. വർഗീയമായി ചിലർ നടത്തുന്ന നീക്കത്തിൽ വീഴരുത് എന്നാണ് പറഞ്ഞത്. വീഴരുതെന്ന് പറയുമ്പോൾ അത് വർഗീയമാണെന്നായി. അപ്പോൾ ഇങ്ങനെയെല്ലാം ഓരോന്നിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ആസൂത്രിത നീക്കം എന്തിൻ്റെ പേരിൽ ആര് നടത്തിയാലും അത് കേരള സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ അത്തരം മറുപടിക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന്. എന്തിന് കമൻറ്റ് പറയണം? അതിനൊന്നും മറുപടിയേ അർഹിക്കുന്നില്ല.